ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി SITക്ക് നൽകിയ 6 ആഴ്ച എന്ന സമയപരിധി അവസാനിച്ചു. ഹൈക്കോടതിയിൽ SIT നാളെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ നിർണായക കണ്ടെത്തലുകളാണ് ആ റിപ്പോർട്ടിലുണ്ടാവുക. അയ്യപ്പ ഭക്തർക്ക് ഇനിയുള്ള മണിക്കൂറുകൾ ആകാംക്ഷ നിറഞ്ഞതാണ്. ആരാണ് സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ വില്ലന്മാർ? കൊള്ളയടിക്കപ്പെട്ട സ്വർണ്ണ ഉരുപ്പടികൾ എന്ത് ചെയ്തു? അന്താരാഷ്ട്ര കള്ളക്കടത്തുകാർക്ക് പങ്കുണ്ടോ? അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും പത്മകുമാറിലും ഒതുങ്ങുമോ അന്വേഷണം? പത്മകുമാറിന് മുകളിൽ രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടോ കേസിൽ? അതോ ദേവതുല്യരുടെ പങ്കുണ്ടോ? എല്ലാത്തിനും മറുപടി നാളെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ നിന്ന് അറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയും അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലുള്ള വിവരവും പുറത്തു കൊണ്ടുവന്നത് മാതൃഭൂമി ന്യൂസാണ്. ശബരിമലയിലെ ഞെട്ടിക്കുന്ന സ്വർണ്ണക്കൊള്ളയിൽ കഴിഞ്ഞ 2 മാസമായി എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാനുണ്ട്. ഈ വലിയ കൊള്ളയുടെ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്നിട്ട് 2 മാസമായി. ഈ കാര്യങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് സമഗ്രമായി തന്നെ ഓരോ ദിവസവും ഓരോ നിമിഷവും എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തുടക്കം മുതൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കഥാപാത്രം മുതൽ പിന്നീട് ഇങ്ങോട്ട് ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടു, എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇതിൻ്റെയൊക്കെ വിശദ വിവരങ്ങൾ നമ്മുടെ പ്രതിനിധികളായ അനന്തകൃഷ്ണൻ, ബിനിൽ, പ്രശാന്ത് കൃഷ്ണ, KB ശ്രീധരൻ, സാരംഗ് സുരേഷ്, കണ്ണൻ നായർ, അഭിലാൽ CK, ശ്യാംപ്രസാദ് ഉത്തമൻ തുടങ്ങി എല്ലാവരും വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കും. നമ്മുടെ ലൈവ് എത്താൻ അങ്ങനെ തുടരുകയാണ്. ആദ്യം അനന്തകൃഷ്ണനിലേക്ക്. അനന്തൻ, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണ കേസിൽ SIT അന്വേഷണം എവിടെ വരെയായി? മോത്തി, സമീപകാലത്ത് കേരളത്തിൽ ഇത്രത്തോളം ആശങ്കയും ഞെട്ടലും ഉണ്ടാക്കിയ ഒരു സംഭവമില്ല. ശബരിമല സന്നിധാനം പോലെ പരമപവിത്രമായ നൂറ്റാണ്ടുകളായി മലയാളികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരും ആരാധിക്കുന്ന കാനനക്ഷേത്രമായ ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണ ഉരുപ്പടികൾ പുറത്തേക്ക് കൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തു എന്നുള്ള വാർത്ത വളരെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് നാളെ. കാരണം ഈ കഴിഞ്ഞ 6 ആഴ്ചയായി ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ നടത്തിയ അന്വേഷണത്തിൻ്റെ സമ്പൂർണ്ണ റിപ്പോർട്ട് നാളെയാണ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. ആ റിപ്പോർട്ടിൽ എന്താണ് SIT പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആകാംക്ഷ. കാരണം സ്വർണ്ണക്കൊള്ളയുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ, അതുമായി ബന്ധപ്പെട്ട വിവരം മാത്രമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ. ഏറ്റവും രഹസ്യമായിട്ടാണ് ഹൈക്കോടതിയുടെ സമ്പൂർണ്ണ മേൽനോട്ടത്തിൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് ഇങ്ങനൊരു കേസന്വേഷണം തന്നെ ഇത് നടാടെയായിരിക്കും. കാരണം അത്രയും ക്ലോസ്ഡായിട്ട് ഹൈക്കോടതി ഓരോ ഇഞ്ചും നിരീക്ഷിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ ഹൈക്കോടതി നിശ്ചയിച്ച ഉദ്യോഗസ്ഥർ, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പ്രത്യേകതകളുള്ള ഒരു അന്വേഷണം. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിൽ ഇനി പുറത്തു വരാത്ത എന്തൊക്കെ വിവരങ്ങളാണുള്ളത്, യഥാർത്ഥ സ്വർണ്ണക്കൊള്ളക്കാർ ആരൊക്കെയാണ്, അന്താരാഷ്ട്ര ബന്ധം ഈ സ്വർണ്ണക്കൊള്ളയ്ക്കുണ്ടോ എന്നൊക്കെയുള്ള വിവരങ്ങൾ നാളെ സമർപ്പിക്കുന്ന റിപ്പോർട്ടിലാണുള്ളത്. അതിനൊപ്പം തന്നെ കൂടുതൽ അന്വേഷണത്തിന് കൂടുതൽ സമയം അന്വേഷണ സംഘം തേടുമോ, അതിനൊപ്പം ഇനി എവിടേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിക്കുക. കാരണം കഴിഞ്ഞ ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോഴൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഉത്തരവുകളിൽ കേരളത്തെ ആശങ്കപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ഈ തട്ടിപ്പിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടൽ എങ്ങനെ? മോദി, ഇതിനകത്ത് ഈ മഞ്ഞുമലയുടെ അറ്റം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയുന്ന ആ പീഠത്തിൽ നിന്നായിരുന്നു. അതായത് ശബരിമല ദ്വാരപാലക പാളികൾ ഈ വർഷം അറ്റകുറ്റപ്പണികൾക്കായി സന്നിധാനത്ത് നിന്ന് എടുത്തുകൊണ്ടുപോയി. അത് സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ല. സ്പെഷ്യൽ കമ്മീഷണർ അത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഹൈക്കോടതി ഇതിൻ്റെ രേഖകൾ ചോദിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസറുടെ പേര് ഹൈക്കോടതിയിൽ വരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി തൂക്കം കുറഞ്ഞതായി 2019 കൊണ്ടുപോയ ശേഷം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തൂക്കം കുറഞ്ഞതായി ഹൈക്കോടതി കണ്ടെത്തുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കള്ളവുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഇതിനൊപ്പം ഒരു പീഠമുണ്ടായിരുന്നു, അത് ദേവസ്വം ബോർഡ് മുക്കി എന്നൊക്കെയുള്ള കള്ളമാണ് ഹൈക്കോടതിയിൽ പറഞ്ഞത്. അത് അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസിനെ ഹൈക്കോടതി ചുമതലപ്പെടുത്തുമ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നാണ് ആ പീഠം
പീഠം കണ്ടെടുത്തത്. അപ്പോൾ 4 വർഷമായി പീഠം ഒളിപ്പിച്ചു വെച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അതുവരെ സ്വാത്വികനായിരുന്ന, അതുവരെ ശബരിമലയുടെ സ്പോൺസറായിരുന്ന അയാൾ വില്ലനായി മാറുന്നു. പിന്നീട് അയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ആരെയും ഞെട്ടിപ്പിക്കുന്ന വളരെ ആസൂത്രിതമായ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കഥ പുറത്തു വരുന്നത്. അതിൽ എത്തി നിൽക്കുന്നത് അവിടുത്തെ ദേവസ്വം ഉദ്യോഗസ്ഥർ മുതൽ ശബരിമലയുടെ സമ്പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടുന്ന 2 ദേവസ്വം പ്രസിഡന്റുമാരടക്കമുള്ളവരാണ്. അവരെല്ലാം ഇപ്പോൾ കാരാഗ്രഹത്തിലാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് 6 ആഴ്ച നീണ്ട അന്വേഷണത്തിനൊടുവിൽ റിപ്പോർട്ട് അന്വേഷണ സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് എന്താകും ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? മോത്തി, ഇതിനകത്ത് ഏറ്റവും ആകാംക്ഷ ജനിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും നമ്മൾ മനസ്സിലാക്കിയത് അവരുടെ മൊഴികളിൽ നിന്ന് അതിന് മുകളിലുള്ള ആൾക്കാരിലേക്ക് വിരൽ ചൂണ്ടുന്ന കാഴ്ചയാണ്. ഏറ്റവും ഒടുവിൽ അത് വിരൽ ചൂണ്ടിയത് എ പത്മകുമാർ എന്ന ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും ഒപ്പം തന്നെ CPM-ന്റെ പത്തനംതിട്ടയിലെ സമുന്നത നേതാവിന്റെയും പേരിലായിരുന്നു. ആ ആളെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പത്മകുമാറിന്റെ മൊഴിയിലാണ് ഇനി എല്ലാ സസ്പെൻസും ഒളിഞ്ഞിരിക്കുന്നത്. പത്മകുമാറിന്റെ മൊഴിയിലെ ഒരു ഭാഗം മാത്രമാണ് പുറത്തു വന്നത്. അത് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ആ മൊഴിയിൽ സംശയനിഴൽ നിർത്തുന്നത് ശബരിമല തന്ത്രിമാരെയും ഒപ്പം തന്നെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെക്കാൾ മുൻപേ ബന്ധമുണ്ട്, സൗഹൃദമുണ്ട് എന്നായിരുന്നു പത്മകുമാറിന്റെ മൊഴി. അതിനേക്കാൾ മുൻപേ ബന്ധമുള്ള, അല്ലെങ്കിൽ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാമാക്കി മാറ്റിയത് തന്ത്രി കുടുംബമാണ് എന്നുള്ള പത്മകുമാറിന്റെ മൊഴി. അപ്പോൾ ഈ അന്വേഷണ സംഘം അതിന്റെ ഭാഗമായി അന്വേഷണം ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചത് തന്ത്രി കുടുംബത്തെയാണ്. 2 പ്രധാനപ്പെട്ട തന്ത്രിമാരെ വിളിപ്പിച്ചു. കണ്ഠര് രാജീവരും കണ്ഠര് മോഹനരും. 2 പേരും അതിൽ ബന്ധമില്ല എന്ന് പറയുമ്പോഴും ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് തന്ത്രിമാർ ഉത്തരം പറയേണ്ടതുണ്ട്. വീണ്ടും അവരെ വിളിപ്പിക്കും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഇനി ഈ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം അന്വേഷണ സംഘം ആദ്യം ഈ തന്ത്രിമാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനുള്ള ഒരു അനുമതി തേടാനാണ് സാധ്യതയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ സ്വർണ്ണക്കൊള്ള തന്ത്രിമാരുടെ അറിവോടെയാണോ, അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട അറിവുണ്ടായിരുന്നോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഈ അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ അതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ സംശയനിഴലിൽ തന്നെയാണ്. അതിന് ആ സംശയത്തിന്റെ ദൂരീകരണം ഉണ്ടാകേണ്ടത് നാളെ ഹൈക്കോടതി പുറത്തിറക്കുന്ന ഉത്തരവുകളിൽ നിന്നാണ്. അതിനൊപ്പം തന്നെ ഏറ്റവും വലിയ സംശയം, ഏറ്റവും വലിയ ആകാംക്ഷ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണ്ണ ഉരുപ്പടികൾ എന്തു ചെയ്തു എന്നുള്ളതിലാണ്. അത് ഉരുക്കി വിറ്റു എന്നുള്ളതാണ് അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന മൊഴി. പക്ഷേ അതിനും അപ്പുറം കഴിഞ്ഞ തവണ ഉത്തരവിറക്കിയപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര കൊള്ളക്കാരെ പോലെ സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കൊള്ള നടന്നിരിക്കുന്നതെന്നാണ്. അപ്പോൾ അതിന്റെ എന്തെങ്കിലും ഒരു സൂചന കിട്ടാതെ, അന്വേഷണ സംഘം എന്തെങ്കിലും ഒരു വിവരം ഹൈക്കോടതിക്ക് നൽകാതെ എങ്ങനെയാണ് അത്തരം ഒരു പരാമർശം ഹൈക്കോടതി ഉത്തരവ് ഉണ്ടാവുക എന്നുള്ളതായിരുന്നു എല്ലാവരും ചിന്തിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഡൈവേർഷൻ അതിനുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചം വീശുന്ന കൂടുതൽ വിവരങ്ങൾ ഈ പത്മകുമാർ വരെ എത്തി നിൽക്കുന്ന അറസ്റ്റിലും ചോദ്യം ചെയ്യലിലും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ആ വലിയ അന്താരാഷ്ട്ര കൊള്ളക്കാർ ആരൊക്കെയാണ്? അതല്ലെങ്കിൽ കടൽ കടന്ന് ഈ ശബരിമല സ്വാമി അയ്യപ്പന്റെ ഉരുപ്പടികൾ പോയിട്ടില്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കോടീശ്വരന്റെ വീട്ടിൽ ശനിദോഷ നിവാരണത്തിനായി അത് അയ്യപ്പ ചൈതന്യമായി വെച്ച് പൂജിക്കുന്നുണ്ടോ, ആരാധിക്കുന്നുണ്ടോ? അതിന് ദേവതുല്യരുടെ പിന്തുണയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ആകാശത്ത് നിൽക്കുന്നത്. ആ സംശയങ്ങൾക്കെല്ലാം ദൂരീകരണം ഉണ്ടാകേണ്ടത് നാളെ ഹൈക്കോടതിയാണ്, ദേവസ്വം ബെഞ്ചാണ്. ആ ദേവസ്വം ബെഞ്ചിന്റെ മുന്നിലേക്കാണ് ഇതുവരെയുള്ള സമഗ്ര റിപ്പോർട്ടുമായി SITയുടെ 2 SP-മാർ കടന്നു ചെല്ലുന്നത്. ഏതായാലും ADGP H. വെങ്കടേഷ് ഈ റിപ്പോർട്ട് വിലയിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇനി കുറച്ച് ദിവസത്തേക്ക് അവധിയാണ്. അപ്പോൾ അദ്ദേഹം സംസ്ഥാനത്തിന് പുറത്താണ്. അതിനു മുൻപ് തന്നെ ഈ SIT തയ്യാറാക്കിയ റിപ്പോർട്ട് അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് പൂർത്തിയായി കഴിഞ്ഞു. അത് നാളെ കൃത്യമായി ഹൈക്കോടതിക്ക് മുൻപിൽ എത്തുകയും ചെയ്യും. ഏതായാലും കഴിഞ്ഞ 2 മാസമായി കേരളം തേടുന്ന ചോദ്യങ്ങൾക്ക് നാളെയെങ്കിലും ഉത്തരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇത് വലിയ ഒരു വിശാലമായ ഒരു സ്വർണ്ണക്കൊള്ള ഇടപാടിലേക്ക് പോവുകയാണെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസി ഇത് അന്വേഷിക്കാൻ എത്തുമോ, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ എത്തുമോ എന്നൊക്കെയുള്ള വിവരങ്ങൾ നമ്മൾ ഉറ്റുനോക്കുകയാണ്. മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാൻ. ഈ അന്വേഷണ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്? ഇത് ഒരു ഐസ്ബർഗിന്റെ ഒരു അറ്റം മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ. പക്ഷെ മറ്റെന്തൊക്കെ SIT കണ്ടെത്തി എന്നതിലേക്കായി നമ്മൾ ഉറ്റുനോക്കുന്നു. മല്യ സമർപ്പിച്ച സ്വർണം ചെമ്പായി മാറിയോ, അതോ ദേവസ്വം ബോർഡ് ചെമ്പാക്കിയോ? എ പത്മകുമാറിന് അറിയാമായിരുന്നു ദ്വാരപാലക ശില്പങ്ങൾ പൊന്നിൽ പൊതിഞ്ഞതാണെന്ന്. തനിത്തങ്കത്തിന്റെ കവചമണിഞ്ഞ് സ്വർണശോഭയോടെ നിൽക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾക്ക് മുന്നിൽ തൊഴുതു നിൽക്കുന്ന പത്മകുമാറിന്റെ ചിത്രങ്ങളും പുറത്തുവിട്ടത് മാതൃഭൂമി ന്യൂസ്. അയ്യപ്പ വിഗ്രഹത്തെ നോക്കി, ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കി തൊഴുതു നിൽക്കുന്ന പത്മകുമാർ, ഇത് 3ഉം ഒറ്റ ദിവസം എടുത്ത ചിത്രമാണ്.
വിവരങ്ങളുമായി പ്രതിനിധികളിൽ നമുക്കൊപ്പം ചേരാൻ പോകുന്നത് ബിനിലാണ്. ബിനിൽ, ഗുഡ് മോർണിംഗ്. കേസിൽ ഹൈക്കോടതി ഇടപെടലുകൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് മോത്തി. ഈ സ്വർണ്ണക്കൊള്ള ഇന്ന് സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ഒരു സംഭവമായി മാറുമ്പോൾ അതിൻ്റെ തുടക്കം എന്നത് ഹൈക്കോടതിയിൽ നിന്ന് തന്നെയാണ്. അതായത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഒരു റിപ്പോർട്ടുമായി കോടതിയിലേക്ക് എത്തുന്നു. സാധാരണ ഓരോ ദിവസവും ഈ സീസണുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ടാകുമ്പോൾ ദേവസ്വം ബെഞ്ചിലേക്ക് റിപ്പോർട്ടുകളൊക്കെ വരാറുണ്ട്. അത്തരത്തിലൊരു റിപ്പോർട്ടാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും സ്വർണം പൂശാനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിന് തൻ്റെ അറിവോ സമ്മതമോ ഇല്ല. നേരത്തെ തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ഹൈക്കോടതിയുടെ അറിവില്ലാതെ ഇക്കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന്. അത്തരത്തിൽ നിയമലംഘനം അല്ലെങ്കിൽ അതായത് ഹൈക്കോടതി ഉത്തരവിൻ്റെ ലംഘനം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. അത് കോടതിയുടെ ശ്രദ്ധയിലേക്ക് വരുത്തുന്നു എന്നതായിരുന്നു ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്നത്. ആ റിപ്പോർട്ടാണ് പക്ഷേ ഈ കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് വലുതായി മാറുന്നത്. അതിന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് ഒരു വലിയ പങ്കുണ്ട്. കാരണം ഈ റിപ്പോർട്ട് കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ തന്നെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ആ റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ ഇതിലൊരു പ്രശ്നം കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് അതിൻ്റെ മുഴുവൻ രേഖകളുമായി കോടതിയിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നത്. ഇതുവരെ ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയതുമൊക്കെയായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നത്. അതിന് കൂടുതൽ ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർണായക ഉത്തരവുകൾ എന്തൊക്കെയാണ് ബിനിൽ? മോത്തി, ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കണം എന്നതായിരുന്നു ഹൈക്കോടതിയുടെ ആദ്യ ഉത്തരവ്. പക്ഷേ അത് നടക്കാതെ പോയി. കാരണം ഇത് സ്വർണം ഉരുക്കി അത് ദ്രവരൂപത്തിലാക്കിയിരുന്നു. അതുകൊണ്ട് പിന്നീട് അതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ കോടതി അടുത്ത നിർദ്ദേശം നൽകി, എത്രയും വേഗം സ്വർണം പ്ലേറ്റ് ചെയ്ത് അത് തിരിച്ച് സന്നിധാനത്തെത്തിക്കണം. നിങ്ങൾ സന്നിധാനത്ത് നിന്ന് കോടതിയുടെ അനുമതിയില്ലാതെ ദേവസ്വം മുതലുകൾ പുറത്തു കൊണ്ടുപോയത് ശരിയല്ല. അതുകൊണ്ട് അടിയന്തരമായി അത് എത്തിക്കണമെന്ന് പറയുന്നു. അങ്ങനെ അത് തിരിച്ചെത്തിക്കുന്നു. പിന്നീട് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉദ്യോഗസ്ഥർ കോടതിയിൽ നേരിട്ട് ഹാജരായി ചില വിവരങ്ങൾ നൽകുന്നു. ഞങ്ങൾ ഈ സ്വർണം പൂശിയത് അല്ലെങ്കിൽ പൊതിഞ്ഞതുമായതിലൊന്നും ചെയ്യില്ല. ഞങ്ങൾ പുതിയ കോപ്പർ പ്ലേറ്റിൽ മാത്രമേ എന്തെങ്കിലും വർക്ക് ചെയ്യൂ എന്നതായിരുന്നു അവരുടെ. അവിടെയാണ് പിന്നീട് കോടതിക്ക് സംശയം തോന്നി ഇതിൽ വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോകുന്നത്. ആ വിജിലൻസ് അന്വേഷണത്തിൽ നിന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ ചിത്രം കോടതിയുടെ മുന്നിലേക്ക് വരുന്നത്. അതായത് ഈ ദ്വാരപാലക ശില്പങ്ങൾ, ശബരിമലയിലെ കട്ടളപ്പാളികൾ, വാതില്, അങ്ങനെ ഓരോന്നോരോന്ന് ഇതുപോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂട്ടരും ആ ശബരിമല സന്നിധാനത്ത് നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയതിൻ്റെ വസ്തുതകൾ, ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ പുറത്തേക്ക് വിടുന്നത് ഹൈക്കോടതിയാണ്. അതായത് ആദ്യം നമ്മൾ ഈ മഞ്ഞുമലയുടെ അറ്റമെന്നൊക്കെ പറയുന്നത് പോലെ ആദ്യം ഒരു ചെറിയ സംശയത്തിൽ തുടങ്ങിയ ഒരു കേസാണ് ഇപ്പോൾ കേരളത്തെ ആകെ രാഷ്ട്രീയമായി പിടിച്ചുലച്ച ശബരിമല സ്വർണ്ണക്കൊള്ള കേസായി മാറിയത്. അതിൽ നിർണായകമായ ഉത്തരവുകളും നടപടികളും എല്ലാം വന്നിരിക്കുന്ന ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നാണ്. ഈ ശബരിമലയിൽ നടന്നിട്ടുള്ള ഈ സ്വർണ്ണക്കൊള്ള അത് പുറത്തെത്തിച്ച് പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് അതിലെ കുറ്റവാളികളെ ഇന്ന് നിയമത്തിന് മുന്നിലേക്ക് എത്തിച്ചതിന്റെ പൂർണ്ണമായ എന്താ പറയുക ഉത്തരവാദിത്വം അതിന്റെ കോടതി യഥാർത്ഥ കടമ നിറവേറ്റുകയായിരുന്നു. ഈ ഒരു വിശ്വാസത്തിലാണ് ഭക്തജനങ്ങളടക്കം പൊതുജനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതും. ബിനിൽ, ഒരൊറ്റ കാര്യം കൂടി, ദേവസ്വം ബെഞ്ചിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണപ്പാളി കേസിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ ഓരോ ഘട്ടത്തിൽ നൽകുന്നു. അതായത് ഈ SIT പ്രവർത്തിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. ഓരോ 10 ദിവസം 15 ദിവസം കൂടുമ്പോഴും അവർക്ക് റിപ്പോർട്ട് കോടതിയുടെ മുന്നിലേക്ക് എത്തിക്കണം. അത് പരിശോധിച്ച് അടുത്ത ഘട്ടത്തിൽ ഇതെങ്ങനെ പോകണമെന്ന് കോടതി കൃത്യമായി നിർദ്ദേശം നൽകുകയാണ് ചെയ്യുന്നത്. നാളെ ആ റിപ്പോർട്ട് കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി, അതായത് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷമുള്ള ഇങ്ങോട്ടുള്ള പുതിയ വികാസങ്ങളാണ് കോടതിക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും കോടതി തുടർ നടപടികളിലേക്ക് പോകുക. ഹൈക്കോടതിയാണ് കഴിഞ്ഞ ഉത്തരവിൽ ഇതിൽ അഴിമതി നിരോധന നിയമം നിലനിൽക്കുമോ എന്നത് പരിശോധിക്കാൻ SITക്ക് നിർദ്ദേശം നൽകിയത്. അങ്ങനെയാണ് SIT അഴിമതി നിരോധന നിയമം ഇതിൽ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും കൂടിയുള്ള അന്വേഷണമാണ്. അവർ FIR കാത്ത് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജി കൂടി നാളെ കോടതിയുടെ മുന്നിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അവർ FIR ആവശ്യപ്പെടുക. അവർ ഇപ്പോൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ
അതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നതാണ് അവരുടെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നതെന്നാണ് കേന്ദ്ര ഏജൻസിയായ ED ഹൈക്കോടതിയെ തന്നെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതി പരിശോധിക്കും. അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി വരേണ്ടത്, അന്വേഷണം ശരിയായ ദിശയിലാണോ, ഏതൊക്കെ കാര്യങ്ങളിൽ ഇനി പോരായ്മകളുണ്ട്, അതെങ്ങനെ പരിഹരിക്കണം, ആ കാര്യങ്ങളൊക്കെ തന്നെ ദേവസ്വം ബെഞ്ച് കൃത്യമായ നിർദ്ദേശം നൽകും. അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാര്യത്തിലും ഇന്ന് നാളെ കോടതിയിൽ നിന്ന് കൃത്യമായൊരു നിലപാട് വരാൻ പോവുകയാണ്.